നമസ്കാരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ ജംബോ വിമാനങ്ങൾ അവസാനമായി ഇറങ്ങിയത് 2015 മെയ് മാസം 1-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് കരിപ്പൂരിന് ഈ അവഗണന? റൺവേ വികസനം സാധ്യമാക്കിയിട്ടും കരിപ്പൂരിൽ ജംബോ വിമാനങ്ങൾ ഇറങ്ങാത്തതിന് പിന്നിൽ മറ്റു ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് സംശയം. ഓരോ വർഷവും ലാഭം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നഷ്ടം കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഈ വിമാനത്താവളത്തിന്റെ അവസ്ഥ എന്താകും? യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കരിപ്പൂരിന് ഇന്നും പറയാനുള്ളത് നഷ്ടക്കണക്ക് മാത്രം. 2015-16 സാമ്പത്തിക വർഷം എയർപോർട്ട് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 1.35 കോടി രൂപയായിരുന്നു വിമാനത്താവളത്തിന്റെ നഷ്ടം. 2016-17 സാമ്പത്തിക വർഷമായതോടെ യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിച്ചെങ്കിലും ചിലവ് അപ്രതീക്ഷിതമായി ഉയർന്നത് തിരിച്ചടിയായി. 130 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വരുമാനം. ചിലവാകട്ടെ 135 കോടി. ഇതോടെ നഷ്ടം 1.35 കോടിയിൽ നിന്ന് 4.6 കോടി രൂപയായി ഉയർന്നു. വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തലാക്കിയതാണ് ഒരു കാലത്ത് വലിയ ലാഭത്തിലായിരുന്ന കരിപ്പൂർ വിമാനത്താവളത്തെ ഇത്രമേൽ പ്രതിസന്ധിയിലാക്കിയത്. നവീകരണ പ്രവൃത്തി പൂർത്തിയായിട്ടും വലിയ വിമാനമിറക്കാൻ DGCA ഇനിയും അനുമതി നൽകിയിട്ടില്ല. Station doesn't have any role on this clearance because they all have to take a call. Otherwise, safety features they are explaining, safety problems are there. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ റൺവേയുടെ നീളം കൂട്ടിയ ശേഷം മാത്രം വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകിയാൽ മതിയെന്നാണ് DGCAയുടെ നിലപാട്. സ്ഥലം വിട്ടു നൽകാൻ പരിസരവാസികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതും വലിയ വെല്ലുവിളിയാണ്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ കോടികളുടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തെ പൂർണ്ണമായും അവഗണിച്ചേക്കാമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം. നേതാവ് മായൻ ഹാജി, പ്രവാസി ക്ഷേമ ബോർഡ് പ്രസിഡന്റ് ബാദുഷ കടലുണ്ടി, മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ KM ബഷീർ, PS ശ്രീധരൻപിള്ള BJP നേതാവ്, V അബ്ദുറഹ്മാൻ MLA, KT ജലീൽ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ KM ബഷീർ, എന്തുകൊണ്ടാണ് ഈ വിമാനത്താവളത്തിന് ഈ ദുർഗതി? കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആവശ്യത്തിന് ഭൂമിയുമുണ്ട്, റൺവേക്ക് നീളവുമുണ്ട്, റൺവേ സ്ട്രിപ്പുണ്ട്, റിസർവ് സോൺ ഉണ്ട്. ഇവിടെ കരിപ്പൂരിനെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരുമായി ഒത്തുകൊണ്ട് സ്വകാര്യ വിമാനത്താവള ലോബികൾ ശക്തമായ ഗൂഢാലോചന നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ MDF ശേഖരിച്ചിട്ടുണ്ട്. 2015 ഏപ്രിൽ 30 കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേ തകർന്നപ്പോൾ താൽക്കാലികമായി മാത്രമായിരുന്നു വൈൽഡ് ബോഡി നിരോധിച്ചത്. അതിൻ്റെ ആധികാരിക രേഖയാണിത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓപ്പറേറ്റർ വിമാന കമ്പനികളോട് പറയുന്നു, ഞങ്ങൾ താൽക്കാലികമായി റൺവേ പണി തീരുന്നതുവരെ വൈൽഡ് ബോഡിയുടെ നിർമ്മാണം നിർത്തി. അതിനുശേഷം റൺവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായി നീട്ടിക്കൊണ്ടുപോയി. അതിനെതിരെ MDFന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ശക്തമായ സമരം നടന്നപ്പോൾ അതിന്റെ അനുമതി പത്രം ഞങ്ങൾ നേടിയെടുത്തത്. പിന്നെ ഘട്ടം ഘട്ടമായി വലിയ വിമാനങ്ങൾ അനുവദിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. ഇത് അസാധാരണമായ ഒരു നടപടിക്രമമാണ്. ഒരുപക്ഷെ മലബാർ വികസനത്തിന്റെ ഗേറ്റ് വേ ആയി നമുക്ക് കാണാൻ കഴിയുക കരിപ്പൂർ വിമാനത്താവളത്തെയാണ്. അങ്ങനെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പറയുക റൺവേയുടെ പണി പൂർത്തിയാക്കാനുണ്ട് എന്ന്, എന്നിട്ട് 6 മാസത്തേക്ക് ഗതാഗതം അടച്ചിടുക. അപ്പോൾ ബോയിങ് വിമാനങ്ങളെല്ലാം തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് ആ ഘട്ടത്തിൽ പോകുന്നു. ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടും ഈ വിമാനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സംശയം തീരുന്നില്ല കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണത്? എൻ്റെ മുൻപ് ആ സുഹൃത്ത് പറഞ്ഞ കാര്യം വലിയൊരളവോളം വസ്തുതാപരമായി ശരിയാണ്. അത് ഏത് ശരിയെ തെറ്റെന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കേരളത്തിലെ ശക്തമായ സ്വകാര്യ മേഖലയിൽപ്പെട്ട വിമാനത്താവളങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ അവരുടെ സ്വാധീനത്തിന് വഴങ്ങിയാകാം. ഇപ്പോൾ ഈ പറഞ്ഞ ആളിനെ സംബന്ധിച്ച് പേരിന് ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു വസ്തുത ശരിയാണ്. അവർക്ക് പക്ഷേ കയ്യിൽ കിട്ടിയ ഒരു സാങ്കേതികമായ ഒരു ആയുധമുണ്ട്. ആ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ ടേബിൾ ടോപ്പാണ്. ടേബിൾ ടോപ്പിൽ ഇത്ര ഡിസ്റ്റൻസ് വേണം റൺവേക്ക് മിനിമം, എങ്കിലേ പാടുള്ളൂ എന്നുള്ളതാണ്. ആ നിയമം സാങ്കേതികമായിട്ടൊരു മന്ത്രിയുടെ മുമ്പിൽ വരുമ്പം മന്ത്രിക്ക് അതല്ല, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കൊടുക്കെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സേഫ്റ്റിയോട് ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാർ 1-2 ഉദ്യോഗസ്ഥ സംവിധാനത്തിൽപ്പെട്ടവരുടെ റിപ്പോർട്ടുകൾ അവർക്കതിന് സാങ്കേതികമായ ന്യായീകരണമുണ്ട്, വസ്തുതാപരമായ ന്യായീകരണമില്ല. ഇതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് BJPയുടെ ദേശീയ സമ്മേളനം നടന്നപ്പോഴും അതിന് മുമ്പും ഈ പറഞ്ഞ ഒരു കമ്മിറ്റി മാത്രമല്ല പല കമ്മിറ്റികൾ ഇവിടുത്തെ കോഴിക്കോട്ടെ MP തുടങ്ങിയുള്ളവരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഹജ്ജ് വിമാനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം
അത് ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകൾ, ഞാൻ ആരെയും ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം ഞാൻ ഉൾപ്പെടെ എല്ലാം ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ നിൽക്കുന്നവരാണ്. അതിൽ എന്തുകൊണ്ട് ഭൂമി പെട്ടെന്ന് അക്വിസിഷൻ എടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു, അത് വൈകിപ്പോകുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? ഹജ്ജ് വിമാനങ്ങൾ മാറ്റുന്നതിൻ്റെ ഭാഗമായി എറണാകുളത്ത് അങ്ങനെ ഒരു സെൻറ്റർ പണിതത് തന്നെ ദുരുദ്ദേശത്തോടു കൂടിയാണ്. ഇതിലെല്ലാം പിന്നിൽ വ്യക്തിപരമായി പൊതുസ്ഥാപനമാണ്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണിത്. പക്ഷേ വ്യക്തിപരമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ശക്തികളുണ്ട്. എൻ കെ രാഘവൻ, നേരത്തെ താങ്കൾ തന്നെ MP ആയിരിക്കുന്ന ഘട്ടത്തിലാണ് 6 മാസത്തേക്ക് താൽക്കാലികമായി വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചത് വലിയ ബോയിങ് വിമാനങ്ങൾക്ക്. ഇപ്പോഴും അത് അടഞ്ഞു തന്നെ കിടക്കുന്നതിന്റെ കാരണം എന്താണ്? ശ്രീ മായനാജിക്ക് സംശയം, അത് താൽക്കാലികമായി ഭാഗികമായി മാത്രം അടയ്ക്കുകയാണല്ലോ ഉണ്ടായത്, അതെന്തുകൊണ്ട് പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല? ഈ വൈറ്റ് ബോഡി സർവീസിന് വേണ്ടി ഞങ്ങൾ കേരളത്തിലെ മിക്ക എംപിമാരും, പ്രത്യേകിച്ച് മലബാറിലെ മിക്ക എംപിമാരും ഒരുമിച്ചാണ് എത്രയോ ഘട്ടങ്ങളിലായി, മൺമറഞ്ഞു പോയ അഹമ്മദ് സാഹിബ് ഉൾപ്പെടെ ബന്ധപ്പെട്ട മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ഇതിനു വേണ്ടി കണ്ടിരുന്നു. പക്ഷെ അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി ഞങ്ങളോട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് പറഞ്ഞത്, ഈ റൺവേയുടെ ഈ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നേരെ വീണ്ടും മാറ്റി പറഞ്ഞ അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇത് ടേബിൾ ടോപ്പാണ് എന്ന് മാത്രമല്ല, റൺവേ എക്സ്റ്റൻഷന് ഭൂമി കിട്ടിയാൽ, ഇപ്പം കഴിഞ്ഞ അടുത്ത ദിവസം ഈ എയർപോർട്ട് അതോറിറ്റിയുടെയും DGCയുടെയും ആളുകൾ ജോയിന്റ് ഇൻസ്പെക്ഷൻ വന്നതിന് ശേഷം ഞാൻ ബന്ധപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞത്, ഇത് വൈറ്റ് ബോഡി സർവീസ് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് നിർബന്ധമായും റൺവേ എക്സ്റ്റൻഷൻ നടത്തണം. എക്സ്റ്റൻഷൻ കൂട്ടണമെങ്കിൽ നിർബന്ധമായും ഞങ്ങൾക്ക് ഭൂമി കിട്ടണം. 125 ഏക്കർ മിനിമം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് റൺവേ എക്സ്റ്റൻഷൻ പൂർത്തിയാക്കാൻ സാധിക്കൂ. ഷിബാദുഷ, ആ നിലയിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ? വേഗം വേഗം മൈക്കാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട്. കാരണം ഇത് എന്താന്ന് പറഞ്ഞാൽ, ഈ എയർപോർട്ട് തുടങ്ങിയ കാലം മുതൽ അറിയാം, പ്രവാസികളുടെ വേർപ്പ് തുള്ളികളാൽ പടുത്തുയർത്തിയിട്ടുള്ള എയർപോർട്ടാണിത്. ഈ എയർപോർട്ട് വന്നതിന് ശേഷം മുതൽ പിന്നീട് വന്നിട്ടുള്ള എയർപോർട്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള PPP ലെവലിൽ വന്നിട്ടുള്ള അവരുടെ ലാഭം കുന്നുകൂട്ടാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം ഈ എയർപോർട്ടിനെ തകർക്കുക എന്നതിന് പിന്നിലുണ്ട്. ഇവിടെ കണക്ക് വെച്ച് നമുക്ക് പരിശോധിക്കുക. ഇവിടെ ചെന്നൈ എയർപോർട്ടിന്റെ 10,500 അടിയാണ്, നമ്മുടെ എയർപോർട്ടിന്റെ അടി 9,860 ഇവിടെ സൗദി എയർ ഇവിടെ വലിയ വിമാനം ഇറങ്ങാൻ ആവശ്യപ്പെട്ടത് 2,200 അടി ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ സൗകര്യമില്ലാത്തത് മാത്രമല്ല, സ്ഥലമെടുക്കുക അതൊക്കെ വേണം, വികസനത്തിന് ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ തടസ്സവാദം ഉന്നയിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ച അജണ്ട തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ ലാൻഡ് അക്വിസിഷനെതിരെ സമരം ചെയ്യുന്നതിന്റെ കൺവീനറാണ്. ഇവിടെ എല്ലാവരും ലാൻഡിലേക്കാണ് ഊന്നൽ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, കരിപ്പൂർ എയർപോർട്ടിന്റെ 2,850 മീറ്റർ നീളമുള്ളത് 3,150 മീറ്റർ നീളമാക്കി മാറ്റണം. അതിന് എയർപോർട്ട് അതോറിറ്റിയുടെ കൈവശം ഏകദേശം 1 കിലോമീറ്റർ നീളത്തിൽ, കൃത്യം പറഞ്ഞാൽ 916 മീറ്റർ നീളത്തിൽ അതോറിറ്റിയുടെ കൈവശം ഭൂമി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതോറിറ്റിക്ക് അവിടെ റൺവേ നീളം കൂട്ടാൻ സാധിക്കുന്നില്ല? ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയാണ്. ഈ എയർപോർട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരയെ കിട്ടണം. ആ ഇരകളാണ് 12 തവണ ഭൂമി വിട്ടുകൊടുത്ത കരിപ്പൂരിലെ ആളുകൾ. ഇത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ കണ്ണൂർ എയർപോർട്ടിനും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഇപ്പോൾ എയർപോർട്ട് നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായിട്ട് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് റൺവേ നീളം കൂട്ടി, റൺവേ വീതി കൂട്ടി, പുതിയ ടെർമിനൽ നിർമ്മിച്ചുകൊണ്ട് സാധ്യമാവൂ എന്ന് ആരാണോ വാദിക്കുന്നവർ, അവരെല്ലാം നെടുമ്പാശ്ശേരി ലോബിയിൽ നിന്ന് പണം പറ്റി ഈ കരിപ്പൂർ എയർപോർട്ടിനെ നശിപ്പിക്കാൻ നേതൃത്വം നൽകുന്നു എന്നാണ്. കാലിക്കറ്റ് എയർപോർട്ട് ഇപ്പോൾ ശ്മശാന ഭൂമിയാണ്. വികസനം ഒരുപാട് ഉണ്ടായിരുന്ന കാലിക്കറ്റ് എയർപോർട്ടിൽ ഇന്ന് വൈറ്റ് ബോഡി വിമാന സർവീസ് ഇല്ല. ഇവിടുത്തെ വരുമാനം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടുത്തെ ആളുകൾ ഭൂമി കൊച്ചെടുക്കാൻ തയ്യാറായിരുന്നു. ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വീണ്ടും തിരുത്തി പറഞ്ഞു. ഇന്ന് ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ 2-3 തവണ ഭൂമി കൊടുത്തവരാ. എത്രയോ കഷ്ടപ്പാട് അനുഭവിച്ച് ജോലി കൊടുക്കുക എന്നവർക്ക് പറഞ്ഞു. നിങ്ങൾ ജോലി കൊടുത്തില്ല. ഇരു സർക്കാരുകളും ഇവിടുത്തെ ജനങ്ങളെ മാറി മാറി വഞ്ചിച്ചില്ലേ നിങ്ങൾ? ഒന്ന് ശ്രീ M K രാഘവൻ, ഭൂമി കൊടുത്തവർ ഇപ്പോഴും അതിന്റെ നഷ്ടപരിഹാരം ലഭിക്കാതെ ദുര്യോഗത്തിലാണ്.
ഇനിയിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറാൻ പോകുന്നു. അങ്ങനെ ഇത്രയും അടുത്ത് തന്നെ 2 വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉണ്ടാകുമ്പോൾ കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയില്ല എങ്കിൽ അവിടെ ഭൂമി കൊടുത്ത ജനങ്ങളാണ് നിൽക്കുന്നത്. അവരൊരു വലിയ വികസനത്തിന് നാന്ദി കുറിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്, തങ്ങളുടെ പുരയിടം നൽകിക്കൊണ്ട്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളത് ഒരു MP എന്നുള്ള നിലയിൽ താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് അതിന് പരിഹാരം? നേരത്തെ ഈ ഭൂമി വിട്ടുകൊടുത്തവർ കാണിച്ചിട്ടുള്ള വലിയൊരു മാതൃകയുണ്ട്. പക്ഷെ അവർക്ക് പലപ്പോഴും പലർക്കും ഇനിയും അതിന്റെ ആനുകൂല്യം കിട്ടാനുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ഗവൺമെന്റ് മുമ്പിൽ നമ്മൾ ഉന്നയിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഒരു പ്രദേശത്തെ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ, ഒരു മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, അതുപോലെ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രത്യേക ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന മലയാളികൾക്ക് ഏറ്റവും ഇത് ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് കൂടെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടാൻ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ സ്ഥലമുടമകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമാണ്. ഭൂമി എടുക്കുമ്പോൾ അവർക്ക് ആദ്യം അവരുടെ പുനരധിവാസമാണ് ഉറപ്പുവരുത്തേണ്ടത്. ഭൂമി വിട്ടുകൊടുക്കുന്നവരുടെ പുനരധിവാസമാണ് സർക്കാർ ആദ്യം കാണേണ്ടത്. അവർക്കാവശ്യമായ ഭൂമി എടുത്തു കൊടുത്ത് അവർക്കാവശ്യമായ വീട് ഉൾപ്പെടെ കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് തീരുമാനം നടപടി ഉണ്ടെങ്കിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇല്ലാത്ത ഫലമായിട്ടാണ് നേരത്തെ ഇനിയും ഭൂമി വിട്ടുകൊടുത്തവർക്ക് അവർക്ക് അവരുടെ ഏറ്റെടുത്ത ഭൂമിയിൽ വേണ്ടത്ര രീതിയിൽ വിമാന സർവീസ് നടത്താൻ തയ്യാറാകുന്നില്ല. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി അത് ആ സംരംഭം തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമല്ലേ ബാക്കിയുള്ളവർ ഭൂമി തരാൻ വിസമ്മതിക്കും എന്നുള്ളത്? നേരത്തെ സംസാരിച്ച ശ്രീ ബഷീർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എമിറേറ്റ്സ് അടക്കമുള്ള വലിയ വിമാന കമ്പനികൾ അവരുടെ വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറക്കാൻ തയ്യാറാണ്. പക്ഷേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാകുന്നില്ല. മാത്രമല്ല നേരത്തെ വലിയ വിമാനങ്ങൾ ഇറങ്ങിയിരുന്നു. 6 മാസത്തെ അറ്റകുറ്റപ്പണിക്ക് മാത്രമായി അതിടുകയാണ്. ഒരു ഘട്ടത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന വിമാനത്താവളത്തിന് പിന്നീട് ഇറങ്ങുന്നതിൽ ആശങ്ക ഉണ്ടാവുക എന്ന് പറയുന്നത് ഏത് വ്യോമയാന നിയമമാണ് അതിന് തടസ്സപ്പെടുത്തുന്നത്? ഇത് സംബന്ധിച്ച ഒരു ചോദ്യം വ്യോമയാന മന്ത്രാലയത്തിന് മുന്നിൽ ഉന്നയിക്കേണ്ടതല്ലേ? ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ മറുപടി എന്താണ്? ഇതൊക്കെ എത്രയോ തവണ ഉന്നയിച്ചതാണ് മിസ്റ്റർ നികേഷ്. എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി എത്രയോ യോഗങ്ങൾ ഡൽഹിയിൽ മന്ത്രിമാരുടെ മുമ്പിൽ നടത്തിയതാണ്. പക്ഷേ ഒരു സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും യോഗത്തിന്റെ അവസാനം കിട്ടുന്ന മറുപടി സേഫ്റ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഭൂമി കിട്ടണം, റെയിൽവേ എക്സ്റ്റൻഷൻ വേണം, ഭൂമി അത്യാവശ്യം, ഭൂമി നൽകുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വികസനത്തിന് തടസ്സമുണ്ടാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒരു കോൺസ്പിറസിയാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു ഗൂഢാലോചനയാണ്. കാരണം കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഭാവി തകർക്കപ്പെടുന്ന ഗൂഢാലോചനയായി മാറുകയാണ്. അവിടെ തീർച്ചയായും ഈ വിഷയം വരുന്ന ലോക്സഭാ സമ്മേളനം നടക്കുമ്പോൾ അന്നേരം ശക്തമായി ഞങ്ങൾ ഉന്നയിക്കും. ഞങ്ങളിത് നിരന്തരമായി ഉന്നയിക്കുന്ന ആളുകളാണ്. പക്ഷെ ഡൽഹി കനിയണം. ഡൽഹി കനിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ പോലും പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിലാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഇവിടെയുള്ള നാട്ടുകാർ മാത്രമല്ല, അല്ലെങ്കിൽ ആക്ഷൻ സമിതി മാത്രമല്ല, സ്ഥലം MP-ക്ക് പോലും വരുന്നു സംശയം എന്ന് പറയുമ്പോൾ ആ ഗൂഢാലോചനയിൽ പങ്കാളിയോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ ഭാഗമാക്കാവുകയോ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. മുകേഷ്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് ബഹുമാനപ്പെട്ട MP-ക്ക് ഉൾപ്പെടെ അറിയാം. MP ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ബന്ധപ്പെട്ടവരാണ്. ഞാൻ തന്നെ ഇതിൽ നിയമവശം താൽക്കാലികമായിട്ട് അടച്ചതാണ് എങ്കിൽ ആ അടച്ചത് 6 മാസത്തേക്കാണ്. ആ കാരണം കൊണ്ട് തന്നെ തുറക്കണമെങ്കിൽ കോടതിയെ പോലും സമീപിക്കാവുന്നതാണ്. പക്ഷേ അതിൽ സാങ്കേതികമായിട്ട് വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രശ്നം നിശ്ചിതമായി ഇന്ന തോതിലുള്ള വിമാനം ഇറങ്ങണമെങ്കിൽ അതിനുള്ള നീളം, റൺവേയുടെ നീളവും വീതിയും ഇത്ര വേണമെന്നുണ്ട്. അത് സാങ്കേതികമായി ഇവിടെ ഇല്ല. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ ആ ഫിറ്റ്നസ് കൊടുക്കാതിരിക്കുന്നു. ശ്രീ രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ, എല്ലാ പാർട്ടിക്കാരും കൂടി മന്ത്രിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് റിപ്പോർട്ട് ഇതാണ്. അപ്പോൾ ടേബിൾ ടോപ്പ് എന്നുള്ള അപകടമുണ്ടായ ഒരു പരിതസ്ഥിതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ഇരിക്കുമ്പോൾ മന്ത്രിക്ക് എങ്ങനെ അതിന്മേൽ ഉത്തരവിടാൻ സാധിക്കും
ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധപ്പെടുത്താൻ പോകുമ്പോഴും ഇവിടെ ആ അങ്ങനെ ഒരു മന്ത്രാലയത്തിന്റെ അപകടം റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല, ഇങ്ങനെയാവുമ്പോൾ CP എന്താണ് ശ്രീധരൻപിള്ള. അവിടെയാണ് മംഗലാപുരത്താണ്. ചില ഉദ്യോഗസ്ഥന്മാർ അതൊരു അവിടെ ടേബിൾ ടോപ്പ് എന്ന് പൂർണ്ണമായും നിങ്ങളല്ല വിളിക്കാവുന്ന ഇന്ത്യയിലെ ഞാൻ അപൂർവ പറഞ്ഞോട്ടെന്ന് വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. അതൊരു നോക്കൂ ഞാൻ പറയട്ടെ. സമാനമായ ഒരു വിമാനത്താവളത്തെ അല്ല താങ്കൾ കരിപ്പൂരിനെ കാണാനാവില്ല. എന്റെ ചോദ്യം ഇതാണ്, വ്യോമയാന വെറും, നിയമങ്ങളൊന്നും നോക്കൂ, മാറിയിട്ടില്ലല്ലോ. നികേഷ് വ്യോമയാന വെറും നിയമം ചോദ്യം നിങ്ങള് 2015 മുമ്പും 2015 മെയ് കഴിഞ്ഞ 6 മാസത്തിന് ശേഷവും ഒരേപോലെയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വ്യോമയാന നിയമപ്രകാരമാണ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ബോയിംഗ് വിമാനങ്ങൾ ഇറങ്ങിയത്. 2015 മെയ് മാസം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷവും അതേ നില തുടരുകയാണ്. എന്റെ സുഹൃത്ത് ഇറങ്ങിയെടുത്ത് ഇപ്പോഴിറങ്ങുന്നില്ല. അതിന് പിന്നിൽ സ്വകാര്യ താല്പര്യങ്ങൾ ഉണ്ടോ? ആ സ്വകാര്യ താല്പര്യങ്ങൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കൂട്ടുനിൽക്കുന്നുണ്ടോ? ഞാൻ അവിടെ ഇല്ല ബഷീർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ഈ രാജ്യത്തുള്ള നിയമപ്രകാരം ഇങ്ങനെയാണ്. ആ നിയമപ്രകാരമുള്ളത് കുറവുള്ള ലക്നോ പോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എം പിമാരുൾപ്പെടെ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിക്കുമ്പം ഉദ്യോഗ നിലവാരത്തിലുള്ള ചില മലയാളികൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതിന് തെളിവുകളൊന്നും എൻ്റെ കൈവശമില്ല. അവർ ഇതിന് ഒരിക്കലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ, ഫിറ്റ്നസ് എന്നുള്ള പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്നത്ര എക്സ്റ്റൻഷൻ, അത് അവർ പറയട്ടെ. അതിന് നിയമപ്രകാരമുള്ള റൺവേയുടെ നീളം ഇത്ര വേണമെന്നുള്ളത് ആ നിയമത്തിൽ ഇവിടെ ഇല്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഇല്ലാത്ത പല സ്ഥലത്തും അത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനാ ലക്നോയുടെ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെയുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ വാദിക്കുന്നത്. നാളെ കോടതി പോയിട്ട് ഇപ്പോൾ 6 മാസത്തേക്ക് അടച്ചിട്ടതാണ് താൽക്കാലികമാണെങ്കിൽ ഞാൻ കോടതിയിൽ നിന്ന് വാങ്ങിത്തരാം ഈ നിശ്ചിതമായ തെളിവുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിയമം ഏതാണെന്ന് നമ്മൾ ചോദിച്ചല്ലോ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ ശക്തി, ഇപ്പോൾ പിന്നെ ഹജ്ജ് വിമാനങ്ങളാണ് ഒരു വലിയ വരുമാന മാർഗം ഉണ്ടായിരുന്നത്. അത് കൊച്ചിയിലേക്ക് മാറ്റിയപ്പോൾ ആരാണ് അതിന് പിന്നിലുള്ളത്? എല്ലാവരെയും സ്വാധീനിക്കാൻ സാധിക്കുന്ന ശക്തി കൊച്ചിയിൽ ആരാ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് അറിയേണ്ടത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിയറൻസ് ആയിട്ടൊരു കിട്ടേണ്ട പേപ്പർ കിട്ടിയാൽ ആ നിമിഷം നൽകാൻ തയ്യാറാണെന്ന് ബഹുമാനപ്പെട്ട എം പിയോട് ഉൾപ്പെടെ, രാഷ്ട്രീയം നോക്കണ്ട, ഒരു പാർട്ടിയും രാഷ്ട്രീയം നോക്കണ്ട, അവർ പറഞ്ഞതാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാനും ഇതിനു വേണ്ടി കുറേ ശ്രമം ആ നിലയ്ക്ക് നടത്തിയിട്ടുണ്ട്. എനിക്ക് ഇപ്പം റിപ്പോർട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു മന്ത്രിയുടെ ടേബിളിൽ മോശപ്പെടുത്തി വരുമ്പോൾ അല്ല, ഇങ്ങനെ റിപ്പോർട്ട് ഞാനൊരു ചോദിച്ചോട്ടെ, ഒരു നാൾ വഴി നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഈ വിമാനങ്ങൾ പോകുന്നതിനോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്, ഹജ്ജ് ഹൗസ് വരെ. ഇവിടെ ഈ ഗവൺമെന്റ് ഈ പറയുന്നത് ശരിയാ, വിമാനങ്ങൾ പോകുന്നതിന് പിന്നാലെ ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹജ്ജ് വിമാനം അവിടെ നിന്ന് ഓപ്പറേറ്റ് നിലയിൽ അല്ല, മറുപടി പറയും. ആ പോകുന്നതിന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഒരേ ശക്തിയാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ വിമാനത്താവളത്തിനെ ആക്ഷേപിക്കുന്ന പ്രധാന കാര്യം ടേബിൾ ടോപ്പാ. ടേബിൾ ടോപ്പ് ഇതിലും റിസ്കി ആയിട്ടുള്ള വിമാനത്താവളങ്ങളാണ് ലക്നോ, ജയ്പൂർ, മംഗലാപുരം ഏറ്റവും ഇന്ത്യ രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ ഏറ്റവും മോശമായ വിമാനത്താവളമാണ്. അവിടെ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ലക്നോ ചെറിയ വിമാനമാണ്, ജയ്പൂർ ചെറിയ വിമാനത്താവളമാണ്, കാശ്മീർ ചെറിയ വിമാനത്താവളമാണ്. അവിടെയൊന്നും ഇല്ലാത്ത ഈ ടെക്നിക്കൽ കമ്മിറ്റിക്ക് കാണാത്ത സാങ്കേതികത്വം എന്താണ് കാലിക്കറ്റ് എയർപോർട്ടിൽ കരിപ്പൂരിൽ കാണുന്നത് എന്ന് അവർ വ്യക്തമാക്കണ്ടേ? ഇതിൽ വ്യക്തമായും ഏതോ ഒരു ഗൂഢശക്തി ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിന് അവസരം തരണം. ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ ബാദുഷ, നമ്മൾ വളരെ നല്ല ഒരു വിഷയം വെച്ച് രാജ്യം ഇന്ന് നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന, മലബാർ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാസികൾക്ക് ആശാകേന്ദ്രമായ ഒരു വിമാനത്താവളത്തിന്റെ ദയനീയ സ്ഥിതി നമ്മൾ ആത്മാർത്ഥമായി ചർച്ച ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മളൊന്നും രാഷ്ട്രീയം കലർത്തുന്നില്ല. രാഷ്ട്രീയമാണെങ്കിൽ എനിക്ക് നേരത്തെയും പറയാമായിരുന്നു. അപ്പോൾ ഈ ക്ഷീരമുള്ളവർ അകിട്ടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അന്നൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് ബാദുഷ ഒരു വിഷയം പഠിക്കുന്നില്ല എന്നുള്ളതാ. ഞങ്ങളാണ് 325 കോടി രൂപ ഇവിടേക്ക് അനുവദിപ്പിച്ച് ഇപ്പോൾ നടക്കുന്ന ടെർമിനൽ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് നടന്നതാ. വെറുതെ രാഷ്ട്രീയം പറയേണ്ട വേദിയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ബാദുഷ, പ്രവാസികൾക്ക് തിരികെ കൊടുക്കേണ്ടതുണ്ട്. ആ സർവീസാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. അവരുടെ വരുമാനത്തിൽ നിന്നുള്ള ഒരു ബാക്കി എന്നുള്ള നിലയിൽ ഇതിനൊരു അടിസ്ഥാനം നോക്കുമ്പോൾ ആ നിലയിൽ ഇത് ഒരു സൗകര്യമില്ലാത്തൊരു വിമാനത്താവളമായി മാറുമ്പോൾ പ്രവാസികളോടുള്ള ചതിയായി അതിനെ കാണണ്ടേ?
തീർച്ചയായിട്ടും പ്രവാസികളോടുള്ള വഞ്ചനയല്ലേ. എത്ര താല്പര്യത്തോട് കൂടിയിട്ടാണ് പ്രവാസികൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും ഒക്കെ ചെന്നപ്പോഴും ഇവിടുത്തെ ഈ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ഈ പ്രവാസികൾ സഹകരിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് ഈ എയർപോർട്ടിന്റെ വികസനത്തിന് വേണ്ടി അവർ നീക്കി വെച്ചിട്ടുള്ളത്. എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഈ എയർപോർട്ട് നിലനിർത്തുന്നത്. നെടുമ്പാശ്ശേരിയേക്കാളും ദൂരം കൂടുതലുണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നതൊക്കെ ഈ എയർപോർട്ടിൻ്റെ അതിന് വേണ്ടിയിട്ടല്ലേ. പക്ഷേ എന്ത് നിലപാടാണ് ഇതിന് ചെയ്ത്? ഇപ്പോൾ ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു കക്ഷിക്കാണ് ഇതിലൊക്കെ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? എന്തിനാണ് ഭരണകൂടം ഇത്തരം ഗൂഢാലോചനകളെ വെളിച്ചത്ത് കൊണ്ടുവരാനും അത് അന്വേഷണം നടത്തിയിട്ട് അത്തരം ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയല്ല ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ചെയ്യേണ്ടത്? ഉദ്യോഗസ്ഥന്മാരെ പഴിചാരിക്കൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുമോ? MP പോലും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവിടെ ഇപ്പം നോക്കി ഈ ചർച്ച പോലും നടന്നിട്ടുള്ളത് എന്താണ്? കഴിഞ്ഞ 18 സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ സിവിൽ വ്യോമയാന മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ ഈ 26 എയർപോർട്ടിൽ ഇത് നടത്തിയിട്ടുള്ളത്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഈ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനക്ക് പിന്നിലുണ്ട്. ബഹുമാനപ്പെട്ട ഇവിടെയുള്ള ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയോടും ചോദിക്കാനുള്ള ചോദ്യം, ഭൂമി ഏറ്റെടുത്തെങ്കിലേ ഇവിടെ വികസനം നടക്കൂ എന്നുണ്ടെങ്കിൽ 2015 ഏപ്രിൽ മാസം വരെ എന്തടിസ്ഥാനത്തിലാണ് ഈ എയർപോർട്ടിൽ വലിയ വിമാനങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ വിമാനങ്ങളൊക്കെ ഇറങ്ങിയത് എന്ന് ഇവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ചോദിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെതായ മറുപടി ഉണ്ട്. വേഗം അടുത്ത ആൾ. ഹലോ, പറഞ്ഞോ. നമ്മൾ MDF മലബാർ ഡെവലപ്മെന്റ് ഫോറമാണ് ഈ വിഷയമായിട്ട് കുറെ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ ഈ എയർപോർട്ട് ഉണ്ടാവാനും അത് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനും MK രാഘവൻ അതിന് മുൻപ് ഉണ്ടായിരുന്ന കുറെ രാഷ്ട്രീയ കേരളത്തിൽ മുസ്ലിം ലീഗ് ആയാലും ശരി കോൺഗ്രസ് ആയാലും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാലത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ചിലരുടെയൊക്കെ കുബുദ്ധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മറ്റുള്ള പല സംസ്ഥാനങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട്. നമ്മൾ മാത്രം എന്തുകൊണ്ട് അമാന്തിച്ചു നിന്നിട്ടാണ്? എനിക്ക് തോന്നുന്നത് ജല്ലിക്കെട്ട് സമരം തമിഴ്നാട് വിജയിപ്പിച്ചെടുത്തതുപോലെ നമ്മുടെ കേരളത്തിലെ ആളുകൾ രാഷ്ട്രീയ പാർട്ടിക്ക് ചേരിക്കുമെന്നേക്കാതെ MDF-നെ പോലത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, മായനാജിനെ ചോദിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് MP, ഇവിടുത്തെ പ്രാദേശിക MP, MLA-കൾ ഇവർക്കൊക്കെ ശരിക്കും ശക്തിയുണ്ട്, കഴിവുണ്ട്. പക്ഷെ അതൊക്കെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയാൻ ധൈര്യമായിട്ട് പറയാൻ കഴിയും. ജല്ലിക്കെട്ടിനെതിരെ വലിയ തരത്തിലുള്ള ഒരു സമരമാർഗം ഉണ്ടാവുകയും അത് ഗവൺമെന്റുകളെ നിർബന്ധിതമാക്കുകയും നിയമം പോലും മാറ്റാൻ നിർബന്ധിതമാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമോ അല്ലെങ്കിൽ രാജ്യത്തെ ഒരു സാമൂഹ്യ അവസ്ഥയോ ഉള്ളപ്പോൾ ഇത്രയും വലിയൊരു വികസനത്തിന്റെ കവാടം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് തുറപ്പിക്കാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെ പോലെ ഒരു വലിയ രാഷ്ട്രീയ സംഘടനയ്ക്ക് കഴിയുന്നില്ല? മുസ്ലിം ലീഗ് പാർട്ടിക്ക് സ്വന്തം അതൊന്നും സാധിക്കില്ലല്ലോ. ഇവിടെ എല്ലാ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് അതിന് മുന്നിൽ നിൽക്കും. അത് ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടി മാത്രം, ഒരു പാർട്ടി മാത്രമല്ല തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സമരം വിജയിപ്പിച്ചത്. അവിടെയുള്ള ജനങ്ങളാണ്. ജനങ്ങളുടെ കൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നിന്ന് ഇവിടെ ഒരു പാർട്ടി മുസ്ലിം ലീഗ് ഒരു കാര്യവുമായി ഇറങ്ങിക്കാൻ വെച്ചാൽ വേറെ പാർട്ടി ഇറങ്ങേണ്ടി. ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരമാണ് ആ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു നല്ല ചർച്ച നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഈ മാറി വന്ന ഗവൺമെന്റുകളിലെ മുഖ്യമന്ത്രിമാരൊക്കെ എല്ലാ കാര്യത്തിലും ഇവിടെ സഹകരിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു ഒരു ആരോഗ്യകരമായ സമരം കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിന്റെ പൊതു ആവശ്യമായി എടുക്കണം. അവിടെ പിണറായി വിജയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ സ്വഭാവമാണ് ഇവിടെ ജല്ലിക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ. മലബാർ ഡെവലപ്മെന്റ് ഫോറം എല്ലാ സാംസ്കാരിക വിദ്യാർത്ഥി പ്രസ്ഥാന മതപ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സമരത്തിന് ഞങ്ങൾ ശ്രമിച്ചു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാർ മുഖം തിരിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ. അവർക്കെന്തോ ഗൂഢാലോചനയുണ്ട്, അജണ്ടയുണ്ട്, വ്യക്തമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ CPM-ന്റെ ഓഫീസിൽ മോഹനൻ മാസ്റ്ററെ ക്ഷണിച്ചു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാലയെ നിരന്തരം വിളിച്ചു. ആരും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയില്ല. ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നു, ഇതിൽ ഭരണ പ്രതിപക്ഷ എന്നതിലുപരി വ്യക്തമായ അജണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട MK രാഘവൻ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ കണ്ടപ്പോൾ ഇന്ന് ഈ എയർപോർട്ടിന് പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിതൃത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ വർഷങ്ങളായി ഞങ്ങളുടെയൊക്കെ പിതാമഹന്മാരുടെ മുകളിലൂടെ മണ്ണിട്ടിട്ടാണ് ഈ എയർപോർട്ട് ഇവിടെ പണിതത്. അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങൾക്കകം കണ്ണൂരിൽ ഒരു എയർപോർട്ട് വരാനിരിക്കെ
എന്നിട്ടും 1000-ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം അതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് പ്രിയപ്പെട്ട നേതാക്കന്മാർ വ്യക്തമാക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇവിടെ ജല്ലിക്കെട്ട് മോഡൽ സമരം, ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ കരിപ്പൂരിൻ്റെ മണ്ണിലെങ്ങാനും ആരെങ്കിലും തുനിഞ്ഞാൽ ശക്തമായിട്ടുള്ള സമരം മൂന്നാറിലും ജല്ലിക്കെട്ടിൻ്റെയും സമരത്തേക്കാൾ വലിയൊരു സമരം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഇവിടെ ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാനൊരു നാട്ടുകാരനാണ്. ഈ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ എയർപോർട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടുകാർക്കുണ്ടായ പ്രയോജനം എന്താണ്, ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ആരും ചർച്ചയ്ക്ക് വെക്കാറില്ല. പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതിലുപരി ഇവിടെ 28 ആളുകളെ, ഈ നാട്ടിൽ ഭൂമി നഷ്ടപ്പെട്ട 28 ആളുകളെ 2.5 വർഷമായി ശമ്പളമോ ESIയോ PFO കൊടുക്കാത്തതിൻ്റെ പേരിൽ, അത് ചോദിക്കാൻ ചെന്നതിൻ്റെ പേരിൽ ഇപ്പോഴും അവർ പുറത്താണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് എയർപോർട്ട് ഡയറക്ടറോട് പരിഹരിക്കാൻ പറഞ്ഞ വിഷയം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഇവിടുത്തെ ജോലിക്കാർക്ക് ഇരിക്കാനോ വെള്ളം കുടിക്കാനോ ഒരു അടിസ്ഥാന സൗകര്യം പോലുമില്ല. ടാക്സി, ട്രോളിക്കാർ, ലോഡേഴ്സ്, അങ്ങനെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യമില്ല. മാത്രമല്ല ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഈ എയർപോർട്ട് അതോറിറ്റിയോ ഇത്രയും ലാഭമുണ്ടാക്കുന്ന ഈ സ്ഥാപനം നൽകിയിട്ടില്ല. ഇതൊരു പൊതുജന താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന എയർപോർട്ട് ആണോ എന്നത് ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കേണ്ടതാണ്. ഷിവി അബ്ദുറഹ്മാൻ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ മലബാറിലേക്ക് ആളുകളെ കൊണ്ടുവരും. നേരത്തെ ഓരോ ജില്ലയിലും, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും വയനാട് ജില്ലയിലാണെങ്കിലും കണ്ണൂരിലേക്കാണെങ്കിലും വിദേശികളെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന വിമാനത്താവളമായിരുന്നു. ഇപ്പോൾ മലബാറിൽ വിദേശികളെ കാണാനില്ല, വെള്ളത്തൊലിയുള്ളവരെ കാണാനില്ല എന്നതിൻ്റെ അർത്ഥം ഈ വിമാനത്താവളത്തിലേക്ക് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇത് മലബാറിൻ്റെ ആകെ ആവശ്യമായി ഇവിടുത്തെ ജനപ്രതിനിധികൾ കാണുകയും അത് മറ്റെന്ത് താല്പര്യത്തെക്കാളും ഇവിടുത്തെ വികസനമാണ്, ഇവിടുത്തെ ടൂറിസം വികസനമാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് കണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെ ആകെ തന്നെയും. ഈ കരിപ്പൂർ എയർപോർട്ടിൻ്റെ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള ഒരു വികസനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വികസനം ത്വരിതപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ പ്രവാസികളായാലും മലബാറിൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകളിലെ മുഴുവൻ കുടുംബങ്ങളും അവരാഗ്രഹിക്കുന്ന ഒരു എയർപോർട്ടാണ് കരിപ്പൂർ വിമാനത്താവളം. ഈ കാര്യത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ പല അനാസ്ഥകളുമുണ്ട്. അവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. ഇവിടെ ആ സ്ഥലം എടുക്കുന്നതുമായി സംബന്ധിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൃത്യമായി നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ബഹുമാനീയ KT ജലീലായാലും ഈ കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകളാണ് നമുക്കുള്ളത്. യാതൊരു കാരണവശാലും കരിപ്പൂർ എയർപോർട്ടിന് നഷ്ടം സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കരിപ്പൂർ നിവാസികളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ അവിടെ ഒരു വികസനം സാധ്യമാവുള്ളൂ. കാരണം മുൻകാലങ്ങളിൽ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് പുറലോകം കേൾക്കണമെന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞു. പച്ചക്കള്ളമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. ഇപ്പൊ നേരത്തെ ശ്രീധരൻപിള്ള സാർ പറഞ്ഞത് ടേബിൾ ടോപ്പാണ്. ഈ പിന്നെ സിവിൽ വ്യോമയാന വകുപ്പില് ഇങ്ങനെ ടേബിൾ ടോപ്പ് റൺവേ എന്നോ ഗ്രൗണ്ട് ലെവൽ റൺവേ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇത്ര റൺവേക്ക് ഇത്ര നീളം വേണം, ഇത്ര വീതി വേണം, അത് കരിപ്പൂരിലുണ്ട്. പിന്നെ എന്തിനാ ഇവര്? ഞങ്ങൾ ഇപ്പോൾ നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു പിന്നെ ഗവൺമെന്റ് കൃത്യമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒറ്റ തവണ മലപ്പുറത്ത് ചർച്ച നടത്തി. അന്ന് പറഞ്ഞു 3 മുതൽ 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകും. ഞങ്ങൾ അന്നേ പറഞ്ഞു ഇത് തട്ടിപ്പാണ്. കാരണം 16,000 കോടി രൂപയാണ് ഭൂമി എടുക്കാൻ വേണ്ടി മാത്രം അന്ന് മന്ത്രി അവിടെ പ്രഖ്യാപിച്ചത്. വീഞ്ഞം പദ്ധതിക്ക് ആകെ 9,000 കോടിയേ ഉള്ളൂ, ഭൂമി എടുക്കൽ അടക്കമുള്ളത്. അപ്പൊ ഇത് തട്ടിപ്പാണ് പറഞ്ഞു. പിന്നീട് നിയമസഭയിൽ തിരുത്തിയപ്പോൾ പറഞ്ഞു ഇത് അക്കം വെച്ചു 3 ലക്ഷമല്ല 30,000 മുതൽ 1 ലക്ഷം വരെയാണ് എന്ന് നിയമസഭയിൽ തിരുത്തി. ഈ ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഞങ്ങളുടെ കിടപ്പാടം വിട്ടുകൊടുക്കണമെന്ന ഈ കരിപ്പൂർ എയർപോർട്ടിൽ എന്തുമാവാമെന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ഇവിടെ കുള്ളാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടുത്തെ തൊഴിലാളികളുടെ ഈ PFും ESIയും ഒക്കെ അടിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഇവിടുത്തെ എല്ലാ തൊഴിലാളി യൂണിയന്റെ STUവിന്റെ CITയുടെയും INTUCയുടെ എല്ലാ നേതാക്കന്മാരെയും പുറത്താക്കി. ഇവിടെ നിരന്ന് നിൽക്കേണ്ട
ഉണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ തൊഴിലാളി നേതാക്കന്മാരുടെ വിഷയത്തിൽ ഇടപെടാൻ ഇവർക്കെന്താ നട്ടലില്ലാതെ പോകുന്നത്? ഇവിടുത്തെ തൊഴിലാളികൾ മനുഷ്യന്മാരല്ലേ? നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ആകെ കരിപ്പൂരിൽ എയർപോർട്ടിലുള്ള ജോലി ട്രോളി ഉണ്ടാനും ക്ലീനിങ്ങും മാത്രം. അതിന്റെ പിന്നെ ഒരു അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദിച്ചാൽ ആ തൊഴിലാളി നേതാക്കന്മാരെ പുറത്താക്കുന്ന സാഹചര്യമാണ് കരിപ്പൂരിലുള്ളത് എങ്കിൽ ഇവിടെ എന്തുമാവാം എന്നാണ്. ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭൂമി വിട്ടുതരാമെന്ന് എന്ന് പറയുന്നുവോ അതോടുകൂടി കരിപ്പൂർ എയർപോർട്ടിന്റെ അവസാനമാണ്. കാരണം ഭൂമി ഏറ്റെടുത്ത് നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ ഇത്രയധികം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് കരിപ്പൂർ എയർപോർട്ട് വികസനം സാധ്യമല്ല എന്ന് ഭൂമി വേണം എന്ന് പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. പല കാരണങ്ങൾ കൊണ്ട് ഭൂമി വിട്ടുതരില്ല. ഒന്ന്, ഞങ്ങൾ 12 തവണ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. പുറം ലോകം അറിയണം, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വികസന പദ്ധതിക്ക് ഇത്ര തവണ ഭൂമി വിട്ടുകൊടുത്ത ഒരു സമൂഹത്തെ ഈ കരിപ്പൂരിലല്ലാതെ വേറെ എവിടെ കാണാൻ സാധിക്കും? ശരി, ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഭൂമി ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് പറയുമ്പോഴും ഇനി അഥവാ ഭൂമി എടുത്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് നികത്തിയെടുക്കാനുള്ള മണ്ണ് ഉണ്ടാകില്ല എന്ന് ഈ വ്യോമയാന ഉദ്യോഗസ്ഥർക്ക് തന്നെ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് തന്നെ അറിയാം എന്നിരിക്കെ യഥാർത്ഥത്തിൽ ഇത് ഭൂമിക്ക് വേണ്ടിയല്ല, ഈ വിമാനത്താവളത്തെ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനാണ് ശ്രമം. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അല്ലേ ഇടപെടേണ്ടത്? ഇത് ഈ രാഷ്ട്രീയപ്രേരിതമായിട്ട് ഇതിന് ചർച്ചയിലേക്ക് പോകുമ്പം ഇപ്പോൾ സഖാവ് ഇന്നാൾ ചെയ്തു, മറ്റൊരു ഓരോരുത്തരുടെയും രാഷ്ട്രീയമാണ് പ്രകടമാകുന്നത്. ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഒരു പ്രദേശത്തിൻ്റെ വികസനകാര്യം വരുമ്പോൾ അതിൽ ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇവിടെ തന്നെ നടന്ന ചർച്ചകളിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കെടുത്തില്ല എന്ന് എൻ്റെ സുഹൃത്ത് ബഷീർ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ സമിതി അംഗമല്ലേ? ഞാൻ പങ്കെടുത്തിട്ടില്ലേ? എത്ര എണ്ണത്തിൽ പങ്കെടുത്തു? പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, ശരിയാണ്. അപ്പോൾ അതിന് ഔപചാരികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടാവും. കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചതെന്നുള്ളത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ഈ പ്രദേശത്തുള്ള ആളുകൾ അതിപ്പം ഭൂമി ഏറ്റെടുക്കുന്നതിലെ അപാകതകളായാലും നഷ്ടപരിഹാരം നൽകാത്തതായാലും വിവേചനം കാണിക്കുന്നതായാലും ഇതിനു വേണ്ടി ഈ പ്രദേശത്തെ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരിൻ്റെ ഒരു പോർഷൻ, അതുപോലെ കോഴിക്കോട്, പിന്നെ അതുപോലെ വയനാട്, പിന്നെ നികേഷിൻ്റെ നാടിനെ ഞാനിപ്പോൾ അവരും വേറെ ഇതുപോലെ തന്നെ കോമ്പീറ്റ് ചെയ്തിട്ട് അവരുടെയും കൈ ഇതിലൊക്കെ ഉണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. കണ്ണൂർ എയർപോർട്ടും മറ്റേ 2 എയർപോർട്ടും ഇതിന് ചുറ്റുമുള്ള 2 എയർപോർട്ടുകളും നിയന്ത്രിക്കുന്ന ശക്തികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും കേരളത്തിലായാലും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെയെല്ലാം സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. ഈ പ്രദേശത്തുള്ളവരെക്കാൾ കഴിവുള്ളവരാണ്. അവരുടെ സ്വാധീനം കൊണ്ട് ഹജ്ജ് ഓഫീസ് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഹജ്ജിൻ്റെ ഓഫീസ് എന്തുകൊണ്ട് ഇവിടുന്ന് പോയി? എന്തായിരുന്നു ആവശ്യം? എന്ത് പോയി എന്നുള്ളതിനെപ്പറ്റി എന്തായാലും ഉത്തരം പറയാത്തത്? BJP-ക്കാരാണോ ചെയ്തത്? കേന്ദ്ര സർക്കാരാണോ ചെയ്തത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ദയവ് ചെയ്ത് ഏത് പ്രശ്നമുണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ആ ശ്രമത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹത്തിൻ്റെ ബഷീറിൻ്റെ സംഘടനയും മറ്റേ സംഘടനയും 2 പേരും വന്നപ്പം എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി, ഞാൻ MP അല്ല, MLA അല്ല, BJP-ക്കാർക്കൊന്നും അതിനുള്ള കേരളത്തിൽ സൗഭാഗ്യമില്ല, ഞങ്ങൾ കയറി ചെന്നേക്കാൾ MP-മാർക്കാണ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടെങ്കിലും BJP തലത്തിൽ ചെയ്തിട്ടില്ലെന്ന് ഈ കോഴിക്കോട് ബേസായിട്ട് ഇതിനു വേണ്ടി ഉള്ള 3 സംഘടനകളോടും ഞാൻ പറയുന്നു, ആത്മാർത്ഥത ഞങ്ങൾ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സമയത്ത് സമ്മതിക്കാൻ തയ്യാറാണ്. 100% ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, മന്ത്രിമാരുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. സാങ്കേതികമായ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ബഷീർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ. അത് പരിഹരിക്കാനായിട്ട് എല്ലാവരും, എൻ്റെ പിന്നെ ലീഗിൻ്റെ സുഹൃത്തും ഞാനും MK രാഘവനും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ഇതിനകത്ത് ഒരു വ്യത്യാസവുമില്ല, ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ശ്രമം നടത്തണം. ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, പക്ഷേ ഞാൻ ഔപചാരികമായിട്ട് അതൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളെന്നുള്ളതിൽ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നികേഷ് ചോദിച്ചാൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നടപടിയെടുക്കാൻ ആക്ഷേപം ഉണ്ടാവണ്ടേ? ആരെങ്കിലും ഒരു പരാതി കൊടുത്തോ? ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്നത് ചെയ്യുന്നു, ഹജ്ജ് ഹൗസ് ഇന്നത് കൊണ്ട് പോയി, ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആരുമില്ലാത്തൊരു നാടാണെങ്കിൽ ആരാ കംപ്ലൈൻറ്റ് കൊടുത്ത ഒരാളുടെ പേര് പറയാമോ? ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്നത് ചെയ്തു, ഈ റിപ്പോർട്ട് ഇന്നതുകൊണ്ട് വന്നതാണ് എന്ന് കേന്ദ്ര സർക്കാരിനോ CBI-ക്കോ അല്ലെ കോടതിയിലോ റിപ്പോർട്ട് കൊടുത്തോ? 6 മാസത്തേക്ക് താൽക്കാലികമായി അടച്ചതാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് നിലവിലുള്ള നിയമപ്രകാരം തടസ്സമില്ലെങ്കിൽ
ഞാൻ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിത്തരാം തുറക്കാൻ വേണ്ടിയിട്ട് പൂർത്തിയായി എന്നുള്ളതിൻ്റെ പേര്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. സ്വാധീനമുള്ള ആളുകൾക്ക് എവിടെയും തീരുമാനമെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് വലിയ വിമാനം ഇറങ്ങണമെന്ന് അന്വേഷണം തന്നെ ആവശ്യപ്പെട്ട് ചില സംഘടനകളെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് മലബാർ ആവശ്യപ്പെടുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വിജയ മാതൃകയായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷം തന്നെ കണ്ണൂർ വിമാനത്താവളവും കമ്മീഷൻ ചെയ്യും. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കരിപ്പൂർ വിമാനത്താവളം രാജ്യത്തിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യം അടുത്ത വർഷം മുതൽ ഒരുപക്ഷെ ഉയർന്നേക്കാം. ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഭരണാധികാരികളോടാണ്. കഴിഞ്ഞ മലപ്പുറം കളക്ടറേറ്റിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KT ജലീൽ ഇവിടുത്തെ ജനങ്ങളോട് 3 കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ ഒന്ന് 3 മുതൽ 10 ലക്ഷം വരെ നഷ്ടപരിഹാരം നൽകും. 2 ഇതിൻ്റെ പഠനത്തിനായി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിക്കും. സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്തും. 3ാമതായി മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കും. ഇത്ര കാലമായിട്ട് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കോ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുമ്പം അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ MDF അടക്കമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥലം വേണം എന്ന് പറയുന്നു. ഇതുവരെ അവർ ആരെങ്കിലും ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയോ ഇത്രയും ഗർത്തത്തിൽ അത്രയും താഴ്ചയിലുള്ള ഈ സ്ഥലം വികസനത്തിന് അനുയോജ്യമാണോ എന്ന് ഒരിക്കൽ പോലും നമ്മളെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ വളരെ നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച KT ജലീലിന്റെ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. ഇവിടെ വൈഡ് ബോഡി വിമാനങ്ങൾ ഇറങ്ങാൻ പോവുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാതൊരു ബേസും ഇല്ലാത്ത വർത്തമാനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ബേസ് മോശമായിട്ട് ഈ എയർപോർട്ടിന്റെ എല്ലാം ഇതിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയ ആളുകളാണ് ഇത് വളരെ സങ്കടത്തോടു കൂടി ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല. ഇതിന് തറക്കല്ലിട്ട അന്ന് മുതൽ ഇന്നേ വരെ ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ അസംബ്ലിയും ഇവിടുത്തെ പാർലമെന്റും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല അവർക്ക്. ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രശ്നമില്ല. ഇവിടെ ഈ വിമാനത്താവളം നിലനിൽക്കണം, അത് മലബാറിന്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങൾ അവര് യഥാർത്ഥ ഇരകളാണ്. കാരണം അവർ നേരത്തെ പല തവണകളായി ഭൂമി വിട്ടുകൊടുത്ത ഓരോ ഭൂമി കൊടുക്കുമ്പോഴും അവർക്ക് ഓരോ വാഗ്ദാനം നൽകും. അതിലൊന്നുപോലും നടപ്പിലാകുന്നില്ല. ഇവിടെ ഈ വിമാനത്താവളം വരുന്നതിന് മുമ്പ് അവർക്ക് ഈ ഭൂമി കൊടുക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. എത്ര പേർക്ക് ജോലി കൊടുത്തു? കൊടുത്ത ജോലികളൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ട്രോളി എന്താണ്, അതുപോലെ തന്നെ ഈ അടിച്ചു വാരല്, ഇക്കാര്യത്തിൽ നിയമ നടപടിക്ക് പോകാൻ അദ്ദേഹം തയ്യാറാണ്. ആരെങ്കിലും ഒരു പരാതിക്കാരി വേണ്ടേ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന ഒരു വിമാനത്താവളത്തിൽ പിന്നീട് അത് സാധിക്കില്ല എന്ന നിലയിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ തയ്യാറാണ്. മലബാർ ഡെവലപ്മെന്റ് ഫോറം ഈ വിഷയം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് 2 മാസമായി. ഇപ്പോൾ കോടതി അവധിയാണ്. സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകുന്നു. പിന്നെ മംഗലാപുരം വിമാനത്താവളത്തിന്റെ ദുരന്തമാണ് എയർപോർട്ട് അതോറിറ്റി കോഴിക്കോടിന് തടസ്സമായി പറയുന്നത്. 2000 പേജുള്ള മംഗലാപുരം ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ ശരിയായി പഠിച്ചതാണ്. അതിലാകെയുള്ള ഒരു സജഷൻ എന്താണ്? ഇമാസ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ അറസ്റ്റിംഗ് സിസ്റ്റം എന്ന സംവിധാനം റൺവേയുടെ 2 ഭാഗങ്ങളിലായി സ്ഥാപിക്കണം. അതായത് നമ്മുടെ വണ്ടിക്ക് സ്പീഡ് ഗവർണർ വെക്കുന്നത് പോലെ. അതല്ലാതെ റൺവേയുടെ പ്രശ്നമോ വിമാനത്താവളത്തിന്റെ പ്രശ്നമോ ഒന്നും പറയാം. അത് പൈലറ്റ് ഉറങ്ങിയത് കൊണ്ടായിരുന്നു അവിടെ അപകടം സംഭവിച്ചത്. ഈ റോഡിൽ കൂടെ ഒരു വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ റോഡിലുള്ള വാഹനം എന്നേക്കുമായി നിർത്തലാണോ സിസ്റ്റം? ആ നിലയിൽ ഒരു നിയമപരമായ ഒരു ക്ലാരിഫിക്കേഷന് സാധ്യതയുണ്ടോ? ബഷീർ 2 മാസം മുമ്പ് കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇതുമായി ഏറ്റവും ബന്ധപ്പെട്ട ഞാൻ ഏതായാലും അത്യാവശ്യമൊക്കെ നിയമം അറിയാവുന്ന ഒരാളാണ്. നിങ്ങൾ ആരോടെങ്കിലും ഇത് ആലോചിച്ചോ? നമുക്കിതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട അവസരത്തിൽ നമ്മൾ ഇത്തരം ഒരു ഗൗരവമുള്ള പ്രശ്നം വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ചുമതലക്കാർ ആരാണ്? കേരളത്തിൻ്റെ ജനപ്രതിനിധികളല്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെയുള്ള ആളുകളല്ലേ? കണ്ണൂർ വരാൻ പോകുന്ന വിമാനത്താവളത്തിൻ്റെ നേതൃസ്ഥാനം ആരാ ഏറ്റെടുക്കുന്നത്? നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളും ഭരണകൂടങ്ങളുമാണ്. അത് എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ എന്നുള്ളതല്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവ്വം നമുക്ക് ഇവിടെയുള്ള ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട്, അതുമായി സഹകരിക്കാത്ത രാഷ്ട്രീയ നേതാവ് കോഴിക്കോടോ മലപ്പുറം ജില്ലയിലോ ഉണ്ടെങ്കിൽ അവരേത് പാർട്ടിയാകട്ടെ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു ശ്രമം നടത്തേണ്ടതിന് പകരം
ഇതെല്ലാം സ്വാഭാവികമായിട്ടും വരും. നിങ്ങളിപ്പം പിന്നെ എന്തായാലും ശരി ടേബിൾ ടോപ്പ് എന്നുള്ളതിൻ്റെ പേരിൽ അന്നത്തെ ഭരണകൂടം BJP അല്ലല്ലോ അന്ന്, ആ ടേബിൾ ടോപ്പിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിലായതും ആ ഭരണകൂടത്തിന് ഉത്തരം മുട്ടേണ്ട സാഹചര്യം വന്നതും എല്ലാം രാഷ്ട്രീയമായിട്ട് അവരാ സഹിച്ചത്. അതുകൊണ്ട് മന്ത്രിമാർ ഒരു ഒബ്ജക്ഷൻ ഉണ്ട്, ഇന്ന ഡിസ്റ്റൻസ് വേണം, ഇന്ന നീളം വേണമെന്ന് പറഞ്ഞാൽ ഒബ്ജക്ഷൻ എഴുതുക സ്വാഭാവികമാണ്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയല്ലേ വേണ്ടത്. താങ്കളാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് മാറ്റിയെടുക്കാൻ മറ്റുള്ളതെല്ലാം കൂടെ എടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ആരാണ് അവർക്ക് എതിരായിട്ട് നടപടി സ്വീകരിക്കാമെന്നുള്ള എൻ്റെ അടുത്ത് വന്ന ആളോട് ഞാൻ പറഞ്ഞതാണ്. അതിലൊന്നും നമ്മൾ അല്ല അല്ല ഇതിലെ വേറെ ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ആത്മാർത്ഥമായ ശ്രമം ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഇവിടുത്തെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് നടത്തുവാനുള്ള ഒരു ആത്മാർത്ഥ ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടാവുമോ? മറ്റൊന്ന് ഇവിടെ KT ജലീൽ പറഞ്ഞ ഇവിടെ KT ജലീലിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ ഇതൊരു കൊല്ലം മുമ്പുള്ള കാര്യമൊന്നുമല്ല, 6 മാസം മുമ്പ് നടന്ന ചർച്ചയാണ്. ആ ചർച്ചന്റെ ഭാഗമായിട്ട് ഇത് നടക്കും. ഇതിന് നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിസ്സഹകരണം ഗുണകരമല്ല. നിങ്ങളുടെ വിഷയം നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതാ പറഞ്ഞത്, നിസ്സഹകരണം അല്ല പറഞ്ഞത്. മുസ്ലിം ലീഗിന് എന്ത് നേതൃത്വം കൊടുക്കണം? മുസ്ലിം ലീഗാണ് ലീഗ് തന്നെ നേതൃത്വം കൊടുത്തത്. മുസ്ലിം ലീഗ് അല്ല. ഞാൻ നേരത്തെ അല്ല, ഒന്ന് സമാധാനിക്കും. ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമാണ്. അവിടെ ഗവൺമെന്റ് നഷ്ടപരിഹാരം തന്നത് പോരെങ്കിൽ നിർത്താൻ പറയും. മുസ്ലിം ലീഗ് നേതാവ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ബഹുമാനപ്പെട്ട ഇവിടുത്തെ MP ഈ അഹമ്മദ് സാഹിബ് വിട പറയുന്നതിന് മുമ്പ് മലബാറിലുള്ള മുഴുവൻ MPമാരെയും കൂട്ടി ഈ എയർപോർട്ടിനെ സംരക്ഷിക്കുന്ന അഭിപ്രായത്തിൽ ലീഗിന് ഒരു വ്യക്തമായിട്ടുള്ള അജണ്ട ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയം പറയാനല്ല നമ്മളെ പണി. നിക്കൂ എന്താ ഇപ്പൊ വേണ്ടത്? വിമാനത്താവളം വേണ്ടേ? ആളുകളുടെ ഭൂരിപക്ഷം ഭൂമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അതിന് യഥാർത്ഥ പ്രശ്നം എന്താണ്? മുസ്ലിം ലീഗ് തന്നെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കരിപ്പൂരിനെതിരെയുള്ള നേതാക്കളോടാണ് ചോദിക്കാനുള്ളത്. പ്ലീസ്, ഭരണപ്രതിപക്ഷങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടാണ് ചോദിക്കാനുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പ് മലബാറിന്റെ ആകെ വിഷയമാണ്. കണ്ണൂർ വിമാനത്താവളം ഉണ്ടായാൽ പോലും കണ്ണൂരിനെ മാത്രമായി മലബാറിനെ ആകെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല. കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലുള്ള യാത്രക്കാരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണ്. ആ വഴി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. അതിന്റെ ആശങ്കകൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയുന്നത് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നുണ്ട് എന്നാണ്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. അതെന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതാണ് ഇനി ഉണ്ടാകേണ്ടത്. അതാണ് നമുക്ക് കരിപ്പൂരിന് വേണ്ടി ചെയ്യാൻ കഴിയുക. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നത് വരെ നമസ്കാരം.